ഒരിക്കൽ ഗാന്ധിജി മീരാബെനുമായി യാത്ര പോയ സമയം ഗ്രാമസേവനത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു ഈ യാത്ര. ഊണിനൊപ്പം തേൻ കഴിക്കുന്ന സ്വഭാവം ഗാന്ധിജിക്കുണ്ടായിരുന്നു. എന്നാൽ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന തേൻകുപ്പി എടുക്കുവാൻ മീരാബെൻ മറന്നുപോയി. എന്നാൽ യാത്രക്കിടയിൽ അവർ പുതിയൊരു കുപ്പി തേൻ വാങ്ങുകയും ചെയ്തു. ഊണിന് സമയമായപ്പോൾ ഗാന്ധിജി തേൻ അന്വേഷിച്ചു. പുതിയ തേൻകുപ്പി മീരാബെൻ നൽകി. പഴയ തേൻകുപ്പി എവിടെയെന്ന് ഗാന്ധിജി അന്വേഷിച്ചു. അതെടുക്കാൻ മറന്നുപോയെന്ന് മീരാബെൻ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ അല്പം നീരസത്തോടെ ഗാന്ധിജി ഈ വിധം പറഞ്ഞു: ഇത്തരം മറവി ദോഷമേ ചെയ്യുകയുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ധനം അത്രയും പൊതുജനത്തിൻ്റെതാണ്. അതിൽ നിന്നും ഒരു പൈസ പോലും വൃഥ ചെലവഴിച്ചുകൂടാ. അത് അധർമ്മമാണ്. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നമ്മുടെ സമൂഹത്തിന് വലിയൊരു ഗുണപാഠമാണ് നൽകുന്നത്. പശുപാലകാൻ അവിതുമാശു പപാഥമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ പ്രബുദ്ധിതാനഥ പാലയ പാലയേത്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശു പപാഥമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ എല്ലാ ദേവന്മാരെയും ജയിക്കുന്നുണ്ട്. ഇവിടെ കാട്ടുതീയനെ ഭഗവാൻ ജയിച്ചു, അഥവാ അഗ്നിദേവനെ ഭഗവാൻ ജയിച്ച കഥയാണ് മേൽപ്പത്തൂർ വർണ്ണിക്കുന്നത്. വൃന്ദാവനത്തിൽ കാളിയമർദ്ദനൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഭഗവാന്റെ കൂടെ ആ പുഴയുടെ തീരത്ത് ആ കാട്ടിലവിടെ കടന്നുറങ്ങിയിരുന്നു. പ്രബുദ്ധിതാനഥ, ആ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഉണർന്നു. അതെന്തേ കാരണം? 4 ഭാഗത്തും ഈ തീ അങ്ങോട്ട് വ്യാപിക്കാനുണ്ട്. എവിടുന്നോ കാട്ടുതീ വന്നു. കാട്ടുതീയിൽപ്പെട്ട് ഈ മരങ്ങളാണെങ്കിൽ നല്ലതുപോലെ ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന മരങ്ങൾ, കാളിയൻ്റെ വിഷം കാരണം. അതുകൊണ്ട് തീക്കത്തൽ വളരെ എളുപ്പമായി. കാട്ടുതീ ഒന്നായിട്ട് അങ്ങോട്ട് പടർന്നു പിടിച്ചു ഭൂം 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 എന്ന് പറഞ്ഞാൽ കത്തി കത്തി വരിക. അതിൻ്റെ ചൂടേറ്റിട്ടും അതിൻ്റെ ആ ഭൂം ഭൂം എന്നുള്ള ശബ്ദം കേട്ടിട്ടുമാണ് ഈ ആൾക്കാരൊക്കെ പെട്ടെന്ന് ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റത്. നോക്കിയ സമയത്ത് അവർ 4 ഭാഗത്തും നോക്കിയപ്പോൾ കാട്ടുതീ ഇങ്ങനെ ദവകൃഷാനുരരുന്ധ സമന്തത. ദവകൃഷാന്ന് വെച്ചാൽ ഈ കാട്ടുതീ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പതാ വലിയൊരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ഇതിനു മുമ്പ് അതേ ഭഗവാൻ അനേകം ആപത്തുകളിൽ നിന്ന് ഈ ഗോകുലത്തെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണർന്നെഴുന്നേറ്റ് എല്ലാവരും ഉറക്കെ വിളിച്ചു, കൃഷ്ണ കൃഷ്ണ, പാലയ 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 പാലയ. പാലയ പറഞ്ഞാൽ രക്ഷിക്കണേന്ന്. ഈ കാട്ടുതീ ഇതാ ഞങ്ങൾ ഒന്നായിട്ട് വിഴുങ്ങാൻ വേണ്ടി വരികയാണ്. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരും ശരണമില്ല. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. അങ്ങല്ലാതെ എനിക്ക് വേറെ ആരും ശരണമില്ല. അങ്ങല്ലാതെ അമ്പാടിക്ക് വേറെ ആരും ശരണമില്ല. അങ്ങ് ഇപ്പോൾ രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ കാട്ടുതീയിൽപ്പെട്ട് അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന ഞങ്ങൾ മുഴുവനും ഒരുപിടി ചാമ്പലായി പോകും. ഈ ഭക്തന്മാരുടെ ഉറക്കെയുള്ള നിലവിളി കേട്ടിട്ടാണ് ഭഗവാൻ പെട്ടെന്ന് ചാടിപ്പടച്ച് എഴുന്നേറ്റു. നോക്കി, എന്താ എല്ലാവരും കൂടി ബഹളം കൂട്ടണത്? ദേ കണ്ടില്ലേ കൃഷ്ണ, തീയ് വരികയാണ്. ഇതിന് ഇങ്ങനെയൊക്കെ ബഹളം കൂട്ടണോ? ഈ തീയ് വന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാവരും കണ്ണടച്ചോളാൻ പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചോളാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കും. സാധാരണ നമ്മുടെയൊക്കെ കുഴപ്പം അതാണല്ലേ. നമ്മൾ ഗീത വായിക്കും, നാരായണീയം വായിക്കും, ഭാഗവതം വായിക്കും, അതിലൊക്കെ ഭഗവാൻ പലതും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞൊന്നും നമ്മൾ കേൾക്കാറുമില്ല. ഭഗവാൻ എന്താണോ നമ്മളോട് പറയണത് ആ പറയണത് അതേപോലെ കേട്ടാൽ ജീവിതത്തിൽ ആപത്തുകളൊന്നും നമ്മളെ അടുത്തേക്ക് പോലും വരില്ല. ഭഗവാൻ പറഞ്ഞു കണ്ണടച്ചോളാൻ പറഞ്ഞു, എല്ലാവരും കണ്ണടച്ചു. എല്ലാവരും കണ്ണടച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ തീയൊന്നായിട്ട് ഇങ്ങോട്ട് ആവാഹിച്ചെടുത്ത് ഭഗവാൻ തൻ്റെ ചെറിയ വായ തുറന്നു. ആ ചെറിയ വായയിലേക്ക് ആ കാട്ടുതീ ഒന്നായിട്ട് കയറി ശരിക്കു പറഞ്ഞാൽ ഭഗവാൻ തീയ് കുടിച്ചു. ഭഗവാൻ അഗ്നിപാനം ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു എല്ലാവരും കണ്ണ് തുറന്നോളാൻ പറഞ്ഞു. എല്ലാവരും കണ്ണ് തുറന്നു നോക്കിയപ്പോൾ കാട്ടുതീയും കാണാനില്ല, ഒന്നും കാണാനില്ല. ഭഗവാനുണ്ട് ചിരിച്ചുകൊണ്ടിരിക്കണം.
മേൽപ്പത്തൂർ ഈ കഥ വർണ്ണിച്ചു കഴിഞ്ഞ് ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ്, കിമിഹ ചിത്രം അയം ഖലു തേ മുഖം. അപ്പോൾ ഗുരുവായൂരപ്പനോ അതെ, ഞാനീ ചെയ്ത് എന്തോ ഒരു വലിയൊരു കാര്യമല്ലേ എന്നുള്ള മട്ടിൽ ഗുരുവായൂരമ്പലത്തിൽ ശ്രീലകത്ത് ഇങ്ങനെ അവനിരിക്കുകയായിരുന്നു. വലിയൊരു കാര്യമല്ലേ പട്ടേരി ഞാൻ ചെയ്തത്, തീയൊന്നായിട്ട് കുടിച്ചല്ലേ. അപ്പോൾ പട്ടേരി തിരിച്ചങ്ങോട്ട് ചോദിച്ചു, കിമിഹ ചിത്രം, ഗുരുവായൂരപ്പ അങ്ങിപ്പോൾ തീയ് കുടിച്ചതിൽ എനിക്കൊരത്ഭുതം തോന്നണില്ല. അപ്പോൾ ഭഗവാനാകുന്ന തല താഴ്ത്തി, അയ്യയ്യോ, ഞാൻ ഇത്രയൊക്കെ കേമായിട്ട് കൃഷ്ണാവതാരത്തിൽ ഈ കാട്ടുതീ ഒന്നായിട്ട് അമൃത് കുടിക്കുന്നത് പോലെ കുടിച്ചിട്ട് ഭക്തനായ ഭട്ടേരിപ്പാട് എന്താ പറയണത്, കിമിഹ ചിത്രം, ഇതിലൊരത്ഭുതവും ഇല്ലയെന്ന്. അതെന്താ കാരണം ചോദിച്ചു. അപ്പോഴാണ് ഭട്ടതിരിപ്പാട് അതിൻ്റെ മറുപടി ആ ശ്ലോകത്തിൻ്റെ അവസാനം പറയണു, അയം ഖലു തേ മുഖം, ഇത് അങ്ങയുടെ മുഖം ഖലു, ഗുരുവായൂരപ്പ അങ്ങയുടെ മുഖമല്ലേ തീയെന്ന് പറഞ്ഞാൽ. അതായത് വേദങ്ങളിലൊക്കെ പറയും ഭഗവാന്റെ മുഖം തന്നെ തീയാണ്, മുഖം തന്നെ തീയാണെ പിന്നെ ആ മുഖത്തേക്ക് തീയ് വന്നതിന് എന്താ അത്ഭുതമുള്ളത്, തീയ് കുടിച്ചതിലിപ്പോൾ എന്താ അത്ഭുതമുള്ളതെന്ന്. അപ്പോഴാണ് ഭഗവാൻ ഒന്ന് പൊട്ടിച്ചിരിച്ചത്. ബുദ്ധിത്താനഥ പാലയ പാലയേത്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശു പപാഥമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. പ്രബുദ്ധിതാനഥ പാലയ പാലയേത്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശു പപാഥമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिभिर्ध्यानगम्यम्. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ sandhyadipam@amrita.tv.com. സന്ധ്യാദീപത്തിന്റെ ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.